നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ടൂറിസം, പെട്രോളിയം, പ്രകൃതിവാതകം വകുപ്പുകളുടെ സഹമന്ത്രിയായി സുരേഷ് ഗോപി എം പി ചുമതലയേറ്റു. സുപ്രധാന ചുമതലയാണ് തനിക്ക് നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹം ചുമതലയേറ്റ ശേഷം പറഞ്ഞു. സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ഇന്ന് ആദ്യ ദിനം തന്നെയാണ്. അതിനിടെ തുടർച്ചയും സ്ഥിരതയും ഉണ്ടാകണമെന്ന് മന്ത്രിമാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചിരുന്നു. അതേപോലെ മാറ്റങ്ങൾ നടപ്പാക്കുന്ന മേഖലകളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കരുതെന്നും മന്ത്രിമാർക്ക് നിർദ്ദേശമുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള മറ്റൊരു മന്ത്രിയായി ജോർജ് കുര്യനും 2 വകുപ്പുകൾ നൽകിയിട്ടുണ്ട്. ന്യൂനപക്ഷ കാര്യം, ഫിഷറീസ് എന്നീ വകുപ്പുകളുടെ സഹമന്ത്രിയായി ചുമതല വഹിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലായി ഒരുപാട് അഭ്യൂഹങ്ങളും ജനങ്ങൾക്ക് ഇടയിൽ ആശയക്കുഴപ്പങ്ങളും നിലനിന്നിരുന്നു. അതായത് സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം രാജിവെച്ചേക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ ഇന്നലെ രാവിലെ മുതൽ ഉയർന്നു കേട്ടിരുന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹം തന്നെ ആ വാർത്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് സ്ഥാനത്ത് തുടരുമെന്ന് അറിയിച്ചിരുന്നു. ഇന്നലെ രാത്രി 7:30 കേന്ദ്രമന്ത്രിയുടെ വകുപ്പുകളുടെ പട്ടിക പുറത്തു വന്നത്. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി രാജിവെക്കും എന്ന വിവരം പ്രചരിച്ചു എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിഴലിക്കുകയാണ്. ഡൽഹിയിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് സുരേഷ് ഗോപി ഇന്നലെ പുറത്തിറങ്ങിയതേയില്ല. BJP നേതാക്കളായ PK കൃഷ്ണദാസും MT രമേശ്, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സുരേഷ് ഗോപി താമസിക്കുന്ന ഹോട്ടലിൽ എത്തിയിരുന്നു. ഉച്ചയോടെ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയും ബന്ധുക്കളും കേരളത്തിലേക്ക് തിരിച്ചു. ഈ സംഭവ വികാസങ്ങൾക്കിടെയാണ് രാജിവാർത്തകൾ തള്ളി കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതും. എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. രാത്രി വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വന്നപ്പോഴും നിശബ്ദനായി തന്നെ മുറിയിലിരുന്നു. ഇതിനെല്ലാം ശേഷമാണ് അദ്ദേഹം ഇന്ന് പെട്രോളിയം ഓഫീസിലെത്തി ചുമതലയേറ്റത്.